ഹായ്, എല്ലാവർക്കും അഞ്ചാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വീഡിയോകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവർക്ക് വേണ്ടി. ഇന്ന് അഞ്ചാമത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ, കുഞ്ഞുങ്ങളെ 2023 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്, അല്ലേ? ഇത്രയും ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ആദ്യം ചെയ്ത് നോക്കേണ്ടവർക്ക് വേണ്ടി ആൻസർ മാർക്ക് ചെയ്യാതെ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ ആൻസർ മാർക്ക് ചെയ്ത് വലത് സൈഡിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഓരോ ചോദ്യങ്ങളായിട്ട് എക്സ്പ്ലനേഷൻ വേണ്ട കുട്ടികൾക്ക് ഞാൻ ഇനി ഓരോ ചോദ്യങ്ങളായിട്ട് എക്സ്പ്ലനേഷൻസ് തരുന്നു. അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന ശുഭ പ്രതീക്ഷയോടെ വർക്ക് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയിരിക്കും. ഒരു എക്സാം ചിലപ്പം കുറച്ച് മോശമായി പോയാൽ ഒന്ന് ചീഞ്ഞത് അടുത്തതിന് വളമാകും എന്ന് പ്രതീക്ഷിക്കുക. ശുഭാപ്തി വിശ്വാസത്തോടെ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള ജോലി ഉറപ്പായും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഒരാൾ തൻ്റെ മോട്ടോർ ബൈക്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 70 കിലോമീറ്റർ വേഗതയിൽ പോയാൽ, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, അല്ലേ, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 70 km/h വേഗതയിൽ പോയാൽ 6 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഓഫീസിലെത്തുന്നത്, അല്ലേ? ഇയാൾ 80 km/h വേഗതയിലാണ് പോകുന്നതെങ്കിൽ 6 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ് എന്ന ചോദ്യം. അപ്പോൾ ഇത് എപ്പോഴും കാണാറുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് എപ്പോഴും കാണാറുണ്ട്. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി, ഇത്ര മിനിറ്റ് ലേറ്റ് ആയി, അല്ലേ? രണ്ടാമത്തെ തവണ പോയപ്പോൾ ഇത്ര നേരത്തെ എത്തി, എങ്കിൽ ഓഫീസിലേക്കുള്ള ദൂരം എത്ര എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വരും. ലേറ്റ് ആയി, നേരത്തെ ചെന്നു എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങളിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു ടി ആണ്. ഒന്നുകൂടെ പറഞ്ഞേ, S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു ടി ആണ് കേട്ടോ. S1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ് നമുക്കറിയാം 70. S2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ് നമുക്കറിയാം 80. S1 മൈനസ് S2 എന്ന് പറയുമ്പം നിങ്ങൾ സൈൻ ഒന്നും നോക്കണ്ട, പ്ലസ് മൈനസ് ഒന്നും നോക്കണ്ട, S1ൻ്റെ S2ൻ്റെ ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഡിഫറൻസ് 10 ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, ടൈം ഡിഫറൻസ് ആണ്. ഈ ടൈം ഡിഫറൻസ് കാണാൻ നിങ്ങൾ നോക്കിയേ, ഇവിടെ ആദ്യം പോയപ്പോൾ ലേറ്റ് ആയെന്നും രണ്ടാമത് പോയപ്പോൾ നേരത്തെ എത്തിയെന്നും അല്ലേ? അതായത് ഒരു തവണ ലേറ്റ് ആയെന്നും ഒരു തവണ നേരത്തെ എത്തിയെന്നോ. അപ്പം ലേറ്റ് പ്ലസ് എയർലി എന്നാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വന്നാൽ ആ രണ്ട് ടൈമുകൾ തമ്മിൽ കൂട്ടുന്നതാണ് ഇവിടെ ടി ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 6 6 12 ടൈമായിട്ട് എടുക്കേണ്ടത്. ഇനി 12 മിനിറ്റ് എന്നല്ലേ കിട്ടുന്നത്, അത് അവറിലേക്ക് മാറ്റാൻ ബൈ 16 കൂടെ ചെയ്യണം, മറക്കരുത്. കാരണം സ്പീഡ് km/h തന്നേക്കുന്നത്. അപ്പോൾ ടൈം മിനിറ്റിൽ എടുത്താൽ അതിന് ചേരണമെങ്കിൽ ടൈം അവറിലാക്കണം. നമ്മൾ കൂട്ടുമ്പോൾ 6 6 12 മിനിറ്റ് എന്നാണ് വന്നേക്കുന്നത്. അതിനെ അവറിലേക്ക് മാറ്റാനാണ് ബൈ 60 ചെയ്യുന്നത്, മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു തവണ പോയപ്പോൾ ലേറ്റ് ആയെന്നും ഒരു തവണ പോയപ്പോൾ നേരത്തെ എത്തിയെന്നും ആണെങ്കിൽ തമ്മിൽ കൂട്ടിയെടുക്കുന്നതാണ് ടൈം. ഇനി ആദ്യം പോയപ്പോഴും ലേറ്റ് ആയെന്നും രണ്ടാമത് പോയപ്പോഴും ലേറ്റ് ആയെന്നാണെങ്കിൽ തമ്മിൽ കുറയ്ക്കുന്നതാണ് ടൈം. ഇനി ആദ്യം പോയപ്പം നേരത്തെ എത്തിയെന്നും രണ്ടാമത് പോയപ്പോഴും നേരത്തെ എത്തിയെന്നും ആണെങ്കിലും കുറയ്ക്കുന്നതാണ് ടൈം. ഇതൊന്ന് ഓർത്ത് വെച്ചേ കേട്ടോ. അപ്പം 2 തവണ ലേറ്റ് ആയെന്നും 2 തവണ നേരത്തെ എത്തിയെന്നും ആണെങ്കിൽ കുറച്ചോണം. ഒരു തവണ ലേറ്റ് ഒരു തവണ നേരത്തെ എന്നാണെങ്കിൽ കൂട്ടിടണം. ഓക്കെ, ഇനി ബൈ 60 ചെയ്യുന്നത് മിനിറ്റിൽ കിട്ടുന്നതിനെ അവറിലേക്ക് മാറ്റാം. ഇത്രയും കാര്യങ്ങൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇക്വേഷൻ എന്താ? S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു ടി. S1 ആദ്യത്തെ സ്പീഡ്, S2 രണ്ടാമത്തെ സ്പീഡ്, S1 മൈനസ് S2 അതിൻ്റെ ഡിഫറൻസ് ടി. ടൈം ഡിഫറൻസ് ആണ്. ലേറ്റ് എയർലി ആണെങ്കിൽ കൂട്ടണം, ലേറ്റ് വന്നാലും എയർലി വന്നാലും കുറയ്ക്കണം. വ്യക്തമാണല്ലോ മക്കളെ? ശരി, അപ്പോൾ ഇനി സോൾവ് ചെയ്യാം. വേറൊന്നും നോക്കണ്ട. ദേ ഞാൻ ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞു, 12 60 വെട്ടിക്കളഞ്ഞു 5 തവണ, 5 70 കൂടെ വെട്ടിക്കളഞ്ഞു 14. നമുക്ക് ആൻസർ 14 ഇൻറ്റു 8 എന്നല്ലേ വരുന്നത്? 14 ഇൻറ്റു 8 112 എന്ന് കിട്ടും. 112 കിലോമീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്.
ഏതാണ് അപ്പോൾ ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 112 കിലോമീറ്റർ. ചെയ്തത് ക്ലിയർ ആണ്, വ്യക്തമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ഒരു മണിക്കൂറിൽ 41 കിലോമീറ്റർ വേഗതയിൽ, സോ 41 കിലോമീറ്റർ വേഗത അല്ലേ? അപ്പം ഒരു മണിക്കൂറിൽ ഇത്രയും വേഗത എന്ന് പറഞ്ഞാൽ ഇത് സ്പീഡാണ്. 41 കിലോമീറ്റർ പെർ അവർ വേഗത എന്ന്. ഞാൻ ആദ്യം തന്നെ ഇതിനെ ഒന്ന് വൃത്തിയാക്കാൻ പോവാ. 41 3 കൂടെ ഗുണിച്ചു, 123 125 ഡിവൈഡഡ് ബൈ 3 കിലോമീറ്റർ പെർ അവർ വേഗത എന്ന് മനസ്സിലായി. മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കി മാറ്റി, വേറൊന്നുമില്ല. ഇനി ഒരു കാർ 4.5 മണിക്കൂറുകൾ കൊണ്ട് 4.5 മണിക്കൂർ എന്നതിനെ ഞാൻ വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ 8 1 9 ബൈ 2 മണിക്കൂർ എന്നായി. ഓക്കെ, എത്ര ദൂരം സഞ്ചരിക്കുന്നു. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നമുക്ക് വാല്യൂസ് മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നത്. ഞാൻ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി ഇനി ചെയ്യാൻ എളുപ്പമുണ്ട്. എത്ര ദൂരം സഞ്ചരിക്കുന്ന ചോദ്യം, ഡിസ്റ്റൻസ് കാണാനാണ് ചോദ്യം. ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ ഇക്വേഷൻ. ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം ഇക്വേഷൻ. ഇവിടെ സ്പീഡ് എത്രയാണ് മക്കളെ? 125/3. ടൈം എത്രയാണ് മക്കളെ? 9/2. ശരിയല്ലേ? ഓക്കെ, സോൾവ് ചെയ്യുമ്പം ഇതും കൂടെ വെട്ടിക്കളയാം 3 തവണ. ഓക്കെ, ഇനി 3ഉം 2ഉം കൂടെ വെട്ടിക്കളയാം 1.5 ആണോ? അപ്പം 125 ഇൻറ്റു 1.5 എന്ന് കിട്ടും, അതായത് 3/2. 187.5 കിലോമീറ്റർ എന്ന് കിട്ടും. കാരണം സ്പീഡ് ഞാൻ കിലോമീറ്റർ പെർ അവറിലും ടൈം ഞാൻ അവറിലുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് സ്പീഡ് കിലോമീറ്ററിലാണ് കിട്ടുന്നത്. ഓപ്ഷൻസ് എല്ലാം മീറ്ററിലാണ്. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കണം. അപ്പം 187.5 ഇൻറ്റു 1000 എന്ന് വരും. സോ നമ്മുടെ ആൻസർ മക്കളെ 11875 2 സീറോയും കൂടെ 1875 2 സീറോയും കൂടെ. ആൻസർ ഓപ്ഷൻ സി, 1,87,500 മീറ്റർ എന്ന് കിട്ടും. ചെയ്ത രീതി ക്ലിയർ ആണോ? വാല്യൂസ് ബുദ്ധിമുട്ടാക്കി തന്നേക്കുന്നത് ചെയ്യാൻ സമയം കളയാൻ വേണ്ടിയാണ്, വേറൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് സ്പീഡും ടൈമും തന്നിട്ട് ഡിസ്റ്റൻസ് കാണാനേ ചോദ്യമുള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, ഉത്തരം കിലോമീറ്ററിലാണ് കിട്ടുന്നത്, അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 1000 ചെയ്തു. ഓക്കെ, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. 90 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം 1 സെക്കൻഡിൽ എത്ര ദൂരം ഓടും? അപ്പോൾ 90 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന ചോദ്യം. 1 സെക്കൻഡിൽ എത്ര ദൂരം ഓടുന്നു ചോദിച്ച് ഓപ്ഷൻസ് എല്ലാം മീറ്ററിലാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനാണ്. കണ്ടോ, 90 കിലോമീറ്റർ പെർ അവർ വേഗത ഓടുന്നു, 1 സെക്കൻഡിൽ എത്ര മീറ്റർ ഓടുമെന്ന് ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഇൻറ്റു 5/18 ചെയ്യണം അല്ലേ? ഇതും കൂടെ വെട്ടിക്കളയാം മക്കളെ. 18 ഇൻറ്റു എത്രയാണ്? 5 ആണ് കേട്ടോ. സോ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 1 സെക്കൻഡിൽ 25 മീറ്റർ ആണ് വേഗത. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ 20 കിലോമീറ്റർ പെർ അവർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. ശരാശരി വേഗത എത്ര? ആവറേജ് സ്പീഡ് കാണാനല്ലേ മക്കളെ ചോദ്യം. ആവറേജ് സ്പീഡ് കാണാൻ നമുക്കറിയാം 2 തുല്യ ദൂരങ്ങൾ വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്ന സാഹചര്യമല്ലേ. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ 2s1 s2 ഡിവൈഡഡ് ബൈ s1 പ്ലസ് s2 ആണ് അല്ലേ? ഓക്കെ, അപ്പം s1 s2 എത്രയാണ്? 2 ഇൻറ്റു 30 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 20 അല്ലേ? 50 വരും ആണോ? ഈ പൂജ്യം വെട്ടിക്കളയാം, ഇതും വെട്ടിക്കളയാം, 4 ആണോ? സോ 24 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും.
24 km/h. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു കാർ കൊല്ലത്ത് നിന്നും 7 AM യാത്ര തിരിച്ച് 2 PM പാലക്കാട് എത്തി. 7 മണിക്ക് പോന്ന് 2 മണിക്ക് എത്തിയാൽ ആകെ എത്ര മണിക്കൂർ യാത്രയുണ്ട്? 7 3 10 പ്ലസ് 2, അപ്പം 7 മണിക്കൂർ യാത്രയുണ്ട് ഇല്ലേ മക്കളെ? 8 9 10 11 12 1 2 7 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ 7 മണിക്കൂർ എടുത്താണ് എവിടെ എത്തിച്ചേർന്നത്? പാലക്കാട് എത്തിയത്. ഓക്കെ, കാറിൻ്റെ വേഗത സ്പീഡ് തന്നിട്ടുണ്ട് 40 km/h ആണ് അല്ലേ? എങ്കിൽ ചോദ്യം കൊല്ലത്ത് നിന്നും പാലക്കാട് വരെയുള്ള ദൂരം, ഡിസ്റ്റൻസ് കാണാനല്ല ചോദ്യം. ഒന്നുമില്ല, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ പോരെ. നമുക്ക് സ്പീഡ് അറിയാം 40, എടുത്ത ടൈം അറിയാം 7 മണിക്കൂർ. 7 4 28 280 കിലോമീറ്റർ എന്ന ആൻസർ കിട്ടും. സിമ്പിളാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വ്യക്തമല്ലേ ചെയ്തത്? ആണ്. അടുത്ത ചോദ്യം. ഒരാൾ 40 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. ഇയാൾ കയറാൻ ശ്രമിക്കുന്ന തൂണിന് 40 മീറ്റർ ഉയരമുണ്ട്. ഓക്കെ, ഇയാൾ 1 മിനിറ്റിൽ, മക്കളെ 1 മിനിറ്റിൽ 4 മീറ്റർ കയറുകയും 2 മീറ്റർ താഴോട്ട് സ്ലിപ്പായി പോരുകയും ചെയ്യും. എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും എന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റ് മുകളിൽ തൊടും എന്നതാണ്. അതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ളത്. മക്കളെ, അപ്പോൾ ഇങ്ങനെ ഒരാൾ 40 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറുന്നു, ഇത്ര മുകളിലേക്ക് പോയി ഇത്ര താഴേക്ക് പോയി എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ഒരു ഷോർട്ട് മെത്തേഡ് ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ആദ്യം ചെയ്യേണ്ടത് ആകെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. 40 മീറ്റർ. അതിൽ നിന്ന് ഇറങ്ങി സ്ലിപ്പായി പോരുന്ന ദൂരം കുറയ്ക്കുക. എപ്പോഴും എല്ലാ കണക്കിലും ആകെ ഹൈറ്റിൽ നിന്ന് സ്ലിപ്പായി പോരുന്ന ദൂരം കുറയ്ക്കുക. ഇവിടെ സ്ലിപ്പായി പോരുന്നത് 2 മീറ്റർ, കുറച്ചു. ഡിവൈഡഡ് ബൈ, അതിനെ കയറുന്നതും ഇറങ്ങുന്നതും നമ്മൾ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കയറുന്നത് 4, ഇറങ്ങുന്നത് 2, ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഇൻറ്റു ടൈം ഇൻ്റർവെൽ എടുക്കണം. ഇവിടെ ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ ഈ പറഞ്ഞേ. 1 മിനിറ്റിൽ തന്നെയാണ് 4 മീറ്റർ കയറുന്നതും 2 മീറ്റർ സ്ലിപ്പായി പോരുന്നതും. രണ്ടും സംഭവിക്കുന്നത് 1 മിനിറ്റിലല്ലേ. അപ്പോൾ ഇവിടെ ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ്. ഇത് സോൾവ് ചെയ്ത ഉത്തരവായി. സോ 38/2, അതായത് ആൻസർ 19 മിനിറ്റ് എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 19 മിനിറ്റ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പമാർഗം എന്താ? ആകെ ഹൈറ്റിൽ നിന്ന് സ്ലിപ്പായി പോരുന്ന ഹൈറ്റ് കുറയ്ക്കണം എപ്പോഴും. അതിനെ കയറുന്നതും ഇറങ്ങുന്നതും നമ്മൾ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു ടൈം ഇൻ്റർവെൽ. ഇത് 1 മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ചിലപ്പോൾ 2 മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും മറ്റൊരു ചോദ്യത്തിൽ. ഓരോ 5 മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും മറ്റൊരു ചോദ്യത്തിൽ. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ എത്ര ടൈം ഇൻ്റർവെല്ലിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ അല്ലേ? യെസ്. ഒരു കാറിൻ്റെ ശരാശരി വേഗത സ്പീഡ് തന്നിട്ടുണ്ട് 84 km/h ആണ്. എങ്കിൽ 1 മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നാണ് ചോദ്യം. 1 മിനിറ്റിൽ. മക്കളെ, ഇത് km/h തന്നേക്കുന്നത്. km/h തരുന്നതിനെ മീറ്റർ/മിനിറ്റിലേക്ക് മാറ്റാൻ, മീറ്റർ/മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ എത്ര മീറ്റർ സഞ്ചരിക്കുന്നു, മീറ്റർ/മിനിറ്റിലേക്ക് മാറ്റാൻ ഇൻറ്റു 50/3 ചെയ്താൽ മതി എന്നൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ ഇൻറ്റു 5/18, km/h മീറ്റർ/മിനിറ്റിലേക്ക് മാറ്റാൻ ഇൻറ്റു 50/3. അങ്ങനെയാണെങ്കിൽ 84 ഇൻറ്റു 50/3 ചെയ്യുക. ഓക്കെ, ഇവനെയും വെട്ടിക്കളയാം 2 തവണ. 24 8 തവണ 28 ഇൻറ്റു 50 നമ്മുടെ ആൻസർ. 28 ഇൻറ്റു 80 1400 മീറ്റർ/മിനിറ്റ് എന്ന് കിട്ടും. അതായത് 84 km/h എന്ന് പറയുന്നത് 1400 മീറ്റർ/മിനിറ്റ്. അപ്പം അതിൻ്റെ അർത്ഥം 1 മിനിറ്റിൽ 1400 മീറ്ററാണ് കാറ് സഞ്ചരിക്കുന്നത്.
1400 മീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനിറ്റിൽ 1400 മീറ്റർ സഞ്ചരിക്കുന്നല്ലേ, അല്ലേ? 1400 മീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 1400 മീറ്റർ സഞ്ചരിക്കുന്നതാണ്. ആണല്ലോ? ആണ്. സോ നമുക്ക് 1400 മീറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടിയാൽ ഒരു മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കുന്ന ചോദ്യം. ഒരു മിനിറ്റിൽ 1400 മീറ്റർ സഞ്ചരിക്കും. കണ്ടോ? ഒരു മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? 1400 മീറ്റർ പെർ മിനിറ്റ് വേഗത എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 1400 മീറ്റർ വേഗത എന്നർത്ഥം. ഓക്കെ ആണോ മക്കളെ? ശരി. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.